ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയവനാണ്. ആ ചങ്കൂറ്റം സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയധികം ചാനലുകൾ, ഇത്രയധികം രാഷ്ട്രീയ നേതാക്കൾ, അത് ഇടതും വലതും അപ്പുറത്ത് നിൽക്കുന്നു ഇപ്പുറത്ത് നിൽക്കുന്നു എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നൂറുകണക്കിന് നേതാക്കൾ, അവരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അണികൾ, ഇവരെ എല്ലാവരും പൊരുതി നേടിച്ച് ഒറ്റയ്ക്ക് ഒരുത്തൻ അവന്റെ ചങ്കറപ്പ്. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള വാർത്തകൾ ചാനലുകൾ മുക്കിയിട്ടുണ്ട്. അതായത് അധികം പറയുന്നില്ല, ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണെന്നുള്ളത്? അതായത് നമ്മൾ കുറച്ച് ആൾക്കാർ, കുറച്ച് സാധാരണക്കാർ, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കശാപ്പ് ചെയ്യണമെന്നും തകർക്കണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് കാശുണ്ടാക്കി കളയാൻ കുറെ ആൾക്കാരിലേക്ക് എത്തിച്ചു കളയാം എന്ന് കരുതിയിട്ടുള്ള ചാനലുകാരെ കുറിച്ചും അല്ല പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഉള്ളത് കൊണ്ട് ഒരു മൂന്നാം തുടർ ഭരണം ചിലപ്പോൾ നമുക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹത്തെ കശാപ്പ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചവരുടെ കാര്യമല്ല പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ, എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ, നമ്മളൊരു കാര്യം ചിന്തിച്ചിരുന്ന പോലെ കാര്യങ്ങൾ വരികയാണ്. അതായത് ഇനി രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അധികം ചർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. കേസുകളൊക്കെ മടുത്തു. ഇനി അഥവാ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പോടടുത്ത് ഒരു അറസ്റ്റോ മറ്റു കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതും ഒരു വിദൂരമാകുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കാരണം ഇനിയും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരിച്ചടി ഭയാനകമായിരിക്കും അവർക്ക്. ഇപ്പോ ബെയിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ്, അതിൽ വന്നിട്ടുള്ള പരാമർശങ്ങളും അതുപോലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും സത്യത്തിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ട് എത്തിച്ചേക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ച് കേസ് കൊടുക്കാൻ പറ്റുന്ന കോലത്തിലാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചൊരു കേസ് കൊടുത്താൽ സംഭവിക്കാന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിരികെ കേസ് കൊടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കൊടുക്കും. അവരടക്കം അകത്തു പോകുന്ന സാഹചര്യം വരും. ഒരു മൂന്നാം ഭരണം ആഗ്രഹിച്ചു നിൽക്കുന്ന LDF അല്ലെങ്കിൽ ഇവിടുത്തെ CPM അടപടലപ്പെടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെ? ഒന്നാമത്തെ പരാതിക്കാരി ഉണ്ട് എന്ന് പറയാം, അവര് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഈ രണ്ട് പരാതികളും VD സതീശനും പിണറായിയും ചേർന്നിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണോ എന്ന് പോലും സംശയിക്കണം. അതല്ലെങ്കിൽ VD സതീശനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് CPM തന്നെ കാട്ടിക്കൂട്ടി നേരെ VD സതീശന് ഒരു പരാതി അയച്ചതാണോ എന്നും സംശയിക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും തകർക്കുക എന്നുള്ള ഉദ്ദേശം ആ സമയത്ത് VD സതീശനുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് VD സതീശനെയും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ നേരെ അങ്ങോട്ട്. ഈ രണ്ട് കേസിലും പരാതിക്കാരെ കൂട്ടേണ്ട ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഒറ്റ ഹർജിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യാജ പരാതി കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അന്വേഷണം മുന്നോട്ട് പോകും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങിയ അന്വേഷണം പോലെ ആയിരിക്കില്ല അത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം വന്നപ്പോ ആ അന്വേഷണങ്ങൾ തെളിവില്ലാതെ ഒരു പകപോക്കൽ പോലെ അർദ്ധരാത്രിയിലെ തട്ടിക്കൊണ്ടുപോകലും മറ്റുമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. നമുക്കറിയാം അതങ്ങനെയാണ് നടന്നത് എന്ന്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് കേസ് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി, വ്യക്തിഹത്യ നടത്താൻ വേണ്ടി, രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേണ്ടി കുടുംബത്തെ വിഷമിപ്പിച്ച്, നാട്ടുകാരെ വിഷമിപ്പിച്ച് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ദുരിതം നേരിടുന്ന ഒരാളായി അദ്ദേഹത്തെ മാറ്റിയതിന്റെ സമാധാനം പറയാതെ ഈ പറഞ്ഞ പരാതിക്കാരോ അതല്ലെങ്കിൽ പരാതി കൊടുപ്പിച്ചു എന്ന് പറയുന്നവരോ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തിരിച്ചൊരു പരാതി കൊടുക്കില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കാര്യം രാഹുലിന് അറിയാം ഇതെവിടെയാണ് എന്നുള്ളത്. ഇപ്പൊ ജനങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. 2-3 പരാതിക്കാരെന്ന് പറയുന്നത് ഇല്ല, സത്യത്തിൽ ഈ പരാതിക്കാർ തന്നെ വ്യാജമാണ് എന്ന്. ഇവിടെ പരാതിക്കാരിയുടെ മൊഴിയും ഒപ്പും നേരിട്ടുള്ള പരിശോധനയൊന്നും ഇല്ലാത്തത്, അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ലാത്തത് കൊണ്ടാണ്. അഥവാ ഈ ചാറ്റ് മറ്റു കാര്യങ്ങൾ വന്നിട്ടുള്ള പരാതിക്കാരി എന്ന് പറയുന്ന, പരാതി കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീ അവരിത് അറിഞ്ഞിട്ടുണ്ടാവില്ലെന്നേ. അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അവർ മൊഴി കൊടുത്തു എന്ന് പോലീസ് പറയുന്നതല്ലേ. പോലീസ് മൊഴി കൊടുത്തു എന്ന് പറയണമെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നേരിട്ട് മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ ഒപ്പിട്ട് വാങ്ങാനോ മറ്റു സാധിക്കില്ലേ? സത്യത്തിൽ ഇവിടെ പോലീസുകാർ പെടുന്ന എങ്ങനെ? 2-3 പരാതിക്കാരി അല്ലെങ്കിൽ പരാതി കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീകളുടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നേരിട്ട് എടുക്കാനോ അവരുടെ ഒപ്പ് വാങ്ങാനോ സാധിച്ചിട്ടുണ്ടോ? കോടതിയിൽ അതുകൊണ്ട് കേസ് നിലനിൽക്കുമോ? വാദിച്ചു മുന്നോട്ട് പോകാൻ കഴിയും? ഈ കേസിന്റെ വാദത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന കക്ഷികൾക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടി വരില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലിന്, അതായത് പ്രതിഭാഗം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ കക്ഷിയെ വിസ്തരിക്കേണ്ടി വരില്ലേ? അത് അടച്ചിട്ട മുറിയിലായാലും എവിടെയായാലും വിസ്തരിക്കേണ്ടി വരില്ലേ? അവർ ഹാജരാക്കേണ്ടി വരില്ലേ? അങ്ങനെ ഹാജരാക്കേണ്ടി വരുമ്പോ, അങ്ങനെ ഒരു പരാതിക്കാരില്ലാത്തൊരു സാഹചര്യം വരുമ്പോ സ്വാഭാവികമായിട്ടും കേസ് തിരിയില്ലേ? അന്ന് ആരാണ് കുടുങ്ങുക? എവിടെ നിന്നാണ് ഇത് ഉത്തരവിട്ട് കൊടുത്തത്? പിണറായിന്റെ ഓഫീസിൽ പരാതി എത്തി,
അതുകൊണ്ട് ആ പരാതി എടുത്തു കൊടുത്തു, ഉടനെ അത് അന്വേഷിച്ചു എന്ന് അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ സ്വൈര്യതയ്ക്കും ഞാൻ സമാധാനം പറഞ്ഞുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് സമാധാനം പറയേണ്ടി വരില്ല. അത് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ ഒരു പ്രജ തന്നെയല്ലേ? അല്ലേ? രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ ഒരു പ്രജയാണല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഈ പറയുന്ന പിണറായിക്കുണ്ടല്ലോ, മുഖ്യമന്ത്രിക്കുണ്ടല്ലോ, ആഭ്യന്തരമന്ത്രിക്കുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജനപ്രതിനിധിക്ക് ഇത്രയധികം ഗുരുതരമായ ഒരു പരാതി വരുമ്പോ ആ പീഡന പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീ വിദേശത്താണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരുപക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നാഴികയ്ക്ക് 40 തൊട്ട് അമേരിക്കയ്ക്ക് പോകാൻ ഇവിടെ പണമുണ്ടല്ലോ, ഇല്ലേ? ഉള്ള കാറ് വിറ്റിട്ട് പുതിയ കോടികൾ മുടക്കി കാറ് വാങ്ങാനും, കോടികൾ മുടക്കി ആ ബസ് വാങ്ങിയിട്ട് സർക്കിറ്റ് അടിക്കാനും, അതുപോലെ മറ്റു പലതിനും പണമുണ്ടല്ലോ. അവരെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുത്തി മൊഴിയെടുത്തൊക്കെ പറഞ്ഞു വിട്ട അങ്ങനെ സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പരാതി കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് അതാണ്. നമുക്ക് തോന്നും ഈ പരാതി കൊടുത്തിട്ടുള്ള എന്ന് പറയപ്പെടുന്ന യുവതിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുന്നു. അല്ല, ഈ സിസ്റ്റം ഉപയോഗിച്ച് മുഴുവൻ ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിന് അർദ്ധരാത്രിയിൽ തട്ടിക്കൊണ്ടുപോയ പോലീസുകാരടക്കം കുടുങ്ങും. കാരണം അവർക്കും അറിയാലോ, അവർക്കും അവരുടെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം അതേപടി പാലിക്കണമെന്ന് യാതൊരു നിയമവുമില്ല. തെറ്റായ നിർദ്ദേശമാണെങ്കിൽ നോ പറയാനുള്ള അവകാശം അവർക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ കഴുത്തരിയപ്പെടുന്നത് ഈ പറയുന്ന ആരാണോ പ്രവർത്തിച്ചിരുന്നത് അവരാണ്. മേലുദ്യോഗസ്ഥന്റെ കൈ കഴുകാം, അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ CPM മുതൽ മറ്റുള്ളവരും എല്ലാം സസ്പെൻഷനും മറ്റുമായി SIയും CM ആയിരിക്കുന്നവരൊക്കെ തെക്ക് വടക്ക് ഓടുമ്പോൾ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അതിന്റെ മുകളിലുള്ള ഈ ഏമാന്മാർ, ഇവർക്ക് ഉത്തരവ് കൊടുക്കുന്ന ഏമാന്മാർ സ്വസ്ഥമായിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ നോ പറയേണ്ടടുത്ത് പറയണ്ടേ, ഇനി വിളിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പറയണ്ടേ? ഒന്നുമല്ലെങ്കിൽ അവർക്ക് യൂണിയൻ ഇല്ലേ? ഈ യൂണിയനൊക്കെ ആ സമയത്താണ് എടുക്കേണ്ടത്. ഒരു നിരപരാധിയെ പിടിച്ച് അകത്തിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ സ്വാഭാവികമായും പിന്നെ നമ്മൾ തലയിലുള്ളപ്പോൾ ഈ യൂണിയനോ ആരും ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞുകൂടെ? ഇനി അത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് തൂമ്പാ പണിക്ക് വെക്കൂടെ? അതല്ല ഇതിനേക്കാളും നല്ലത്. മനസ്സമാധാനമായിട്ട് പണിയെടുത്തിട്ട് അവനവന്റെ പെണ്ണുങ്ങളെടുത്ത് കിടന്ന് ഉറങ്ങാമല്ലോ. അത് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പോലീസിങ് അല്ല ഇവിടെ എന്നതുകൊണ്ട് പോലീസ് സമാധാനം പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 3 കേസിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നിലനിൽക്കില്ല. കോടതിയുടെ പരാമർശങ്ങളും പരാതിക്കാരെ കുറിച്ചുള്ള അന്വേഷണങ്ങളും അവന്റെ പരാതിയെ കുറിച്ചുള്ള പരാമർശങ്ങളും തെളിവുകളും മറ്റു കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളതെല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ കേരളത്തിൽ ഒരാൾ പോലും എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാഗശ്രീകാന്തം എതിർത്തുകൊണ്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്ന, അയാളെ നാഴേക്ക് 40 വട്ടം ഭർജിച്ചുകൊണ്ടിരുന്ന, അയാളെ ഏത് വിധേനെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചാനലുകൾ പോലും ഇപ്പൊ മാറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ആർക്കും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊല്ലണ്ട, രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിലേറ്റണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തോട് ഒലിപ്പിച്ചത് ചില ചാനലുകൾ. രാഹുലെ ചതിച്ചതാണോ, രാഹുലെ പെട്ടതാണോ, ട്രാപ്പിലാക്കിയതാണോ, കുടുക്കിയതാണോ? ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ ചോദിച്ചിരുന്നത്. അതായത് ഇത്തരത്തിൽ വാർത്ത ചെയ്തിരുന്ന ചാനലുകൾ അടക്കം, അദ്ദേഹത്തെ ഭർഷിക്കാൻ നിന്ന ചാനലുകൾ അടക്കം അദ്ദേഹത്തിന് തിരികെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുടെ ഒരു പ്രത്യേകത അതാണ്. നേരെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ നേരെ തിരിച്ചു തന്നെ അന്വേഷിക്കേണ്ടി വരും. ആരൊക്കെയാണോ അതിൽ കുടുങ്ങിയിട്ടുള്ളത് അവർക്ക് സമാധാനം പറയേണ്ടി വരും. അതറിയാവുന്നത് കൊണ്ടാണ് മെല്ലെ മെല്ലെ അങ്ങോട്ട് പിന്മാറുന്നത്. ഇത് അധികം വൈകാതെ അങ്ങ് അടങ്ങിക്കൊള്ളും. ഇനി ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വസ്ഥമായി എവിടെയെങ്കിലും മത്സരിക്കാൻ സമ്മതിച്ചാൽ, അത് അദ്ദേഹത്തെ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ ഈ കേസുകളെല്ലാം സ്വയമേവ അങ്ങ് ഇല്ലാതായിക്കൊള്ളും എന്ന് ഒരുപക്ഷെ കരുതുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ മെല്ലെ പിൻവലിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ ഇപ്പൊ കാണുന്നുണ്ടോ ചാനലിൽ? ഇല്ല, എല്ലാം രാഹുലിന് അനുകൂലമാണ്. എന്നാൽ ഇതിനു മുമ്പ് മജിസ്ട്രേറ്റ് കോടതി സ്വാഭാവികമായും ഇത്രയധികം വലിയ കേസുകൾക്ക്, കുറ്റം ചാർത്തിയിട്ടുള്ള കേസുകൾക്ക്, വകുപ്പുകളിട്ടുള്ള കേസുകൾക്ക് ജാമ്യം കൊടുത്ത ചരിത്രം എവിടെയുമില്ല. അതില്ലാഞ്ഞിട്ട് രാഹുലിന് തിരിച്ചടി, അവിടെ തിരിച്ചടി, ഇവിടെ തിരിച്ചടി എന്ന് പറഞ്ഞ അതേ മാധ്യമങ്ങളാണ് രാഹുൽ പുറത്തിറങ്ങിയപ്പോ ഇതേപോലെ ഒലിപ്പിച്ചുകൊണ്ട് ചെന്നിട്ടുള്ളതും ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അക്ഷരം എന്നൊരു അക്ഷരം മിണ്ടാതെ കാത്തിരിക്കുന്നത്. ഇതൊക്കെ സൂചനകളാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം തിരിച്ചടി തുടങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടം തിരിച്ചടി തുടങ്ങിയാൽ അത് ഏറ്റുവാങ്ങാനുള്ള ഒരു ശേഷി, ആ ഒരു പ്രതിശേഷി താങ്ങാനുള്ള ഒരു ശേഷി ഈ പറഞ്ഞവർക്ക് ആർക്കുമില്ല. കാരണം ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയവനാണ്. ആ ചങ്കൂറ്റം സംഭവിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയധികം ചാനലുകൾ, ഇത്രയധികം രാഷ്ട്രീയ നേതാക്കൾ, അത് ഇടതും വലതും അപ്പുറത്ത് നിൽക്കുന്നു ഇപ്പുറത്ത് നിൽക്കുന്നു എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് 100 കണക്കിന് നേതാക്കൾ, അവരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അണികൾ, ഇവരെ എല്ലാവരും പൊരി നേടിച്ച് ഒറ്റയ്ക്ക് ഒരുത്തന്നെ. അവന്റെ ചങ്കുറപ്പ് ഇരട്ടച്ചങ്കെന്നല്ല അവനെ വിളിക്കുക. എത്ര ചങ്കുണ്ടെന്ന് അറിയില്ല, കുത്തിത്തുറന്ന് നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആൺകുട്ടി എന്ന് വിളിക്കുന്നത്. അവൻ ആൺകുട്ടി തന്നെയാണ്. ആ ആൺകുട്ടി നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടൊന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ
തീരാവുന്നതേ ഉള്ളൂ എന്ന തിരിച്ചറിവ് കൊണ്ട് വായ മൂടിയിരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് കരുതേണ്ടതില്ല. പണി പാലും വെള്ളത്തിൽ പിന്നാലെ തന്നെ വരുന്നുണ്ട്. Different angles. Don't forget to subscribe and support this channel.